നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. IPL ആദ്യ റൗണ്ട് മത്സരങ്ങൾ അവസാനിച്ചു. എല്ലാ ടീമുകളും ഓരോ കളികൾ കളിച്ചു. നമ്മൾ ഓരോ റൗണ്ടിന് ശേഷവും പവർ റാങ്കിങ് പുതുക്കി അവതരിപ്പിക്കും, നിങ്ങൾക്കറിയാവുന്നതാണ്. അപ്പോൾ ഇത്തവണത്തെ പവർ റാങ്കിങ്ങിൻ്റെ രണ്ടാം എപ്പിസോഡിലേക്ക് കടക്കുന്നു. അതിനു മുമ്പ് ഇത്തവണ ആദ്യ റൗണ്ടിൽ നടന്ന മത്സരങ്ങളുടെ റിസൾട്ട് ഒന്ന് നോക്കാം. SRH RCBയോട് 6 വിക്കറ്റിനാണ് മത്സരത്തിൽ ഉദ്ഘാടന മത്സരത്തിൽ പരാജയപ്പെട്ടത്. രണ്ടാം മത്സരം KKRനെ MI 6 വിക്കറ്റിന് തന്നെ പരാജയപ്പെടുത്തി. CSK തകർന്നടിഞ്ഞു. രാജസ്ഥാൻ റോയൽസ് 47 പന്തുകൾ ബാക്കി നിൽക്കെ 8 വിക്കറ്റിന് വിജയം കുറിച്ചു. GT വേഴ്സസ് PBKS മത്സരം ഒരു ത്രില്ലർ പോരാട്ടമായിരുന്നു. അവസാനം 5 പന്തുകൾ ശേഷിക്കെ 3 വിക്കറ്റിന് PBKS വിജയിച്ചു. LSG വേഴ്സസ് DC മത്സരം ഇന്നലെ 6 വിക്കറ്റിന് DC വിജയിച്ചു. ഇതാണ് ആദ്യ റൗണ്ട് കഴിയുമ്പോഴുള്ള സ്ഥിതിവിശേഷം. എല്ലാ ടീമുകളും കളിച്ചു കഴിഞ്ഞു. 5 ടീമുകൾ ജയിച്ചു, 5 ടീമുകൾ പൊട്ടി. 2 പോയിൻ്റുള്ള 5 ടീമുകൾ. അതിൽ രാജസ്ഥാൻ റോയൽസ് CSKയെ കഷക്കി എറിഞ്ഞതിൻ്റെ ഭാഗമായി +4.171 നെറ്റ് റൺ റേറ്റോടെ ഒന്നാം സ്ഥാനത്ത്, +2.907 നെറ്റ് റൺ റേറ്റോടെ RCB രണ്ടാമത്, +1.397 നെറ്റ് റൺ റേറ്റോടെ DC മൂന്നാമത്, +0.687 നെറ്റ് റൺ റേറ്റോടെ MI നാലാമത്, +0.509 നെറ്റ് റൺ റേറ്റോടെ PBKS അഞ്ചാമത്. ബാക്കി പൊട്ടിയ ടീമുകൾ പോയിൻറ്റുകളൊന്നുമില്ല. അവരുടെ നെറ്റ് റൺ റേറ്റ് അനുസരിച്ച് GT ആറാമത്, KKR ഏഴാമത്, LSG എട്ടാമത്, SRH ഒമ്പതാമത്, CSK 10ാമത്. അപ്പോൾ ഇനി പവർ റാങ്കിങ്ങിലേക്ക് കടക്കുന്നു. ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, സ്ഥിരമായി നമ്മുടെ വീഡിയോസ് ഫോളോ ചെയ്യുന്നവർക്കറിയാം, പവർ റാങ്കിങ് എന്ന് പറഞ്ഞാൽ പോയിൻ്റ് പട്ടികയല്ല. അപ്പോൾ പോയിൻ്റ് പട്ടികയിൽ ആ ടീമാണല്ലോ മുമ്പിൽ, പിന്നെ നിൻ്റെ റാങ്കിങ്ങിൽ എന്താ ഈ ടീം മുന്നിൽ നിന്നൊന്നും ചോദിക്കേണ്ട. കൃത്യമായിട്ട് ടീമുകളുടെ ശക്തി ദൗർബല്യങ്ങൾ പരിഗണിച്ച് അവരുടെ പെർഫോമൻസ് വിലയിരുത്തി വരുന്ന മത്സരങ്ങൾ എങ്ങനെ അവർ നേരിടാൻ സാധ്യതയുണ്ടെന്ന് നോക്കി, താരങ്ങളുടെ അവൈലബിലിറ്റിയൊക്കെ നോക്കി നമ്മൾ ഇടുന്ന ഒരു പവർ റാങ്കിങ് ആണ്. ഓരോ കളിക്ക് ശേഷവും ഇതിൽ മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ നമ്മുടെ പവർ റാങ്കിങ് ഇത്തവണത്തെ രണ്ടാം എപ്പിസോഡ്, കഴിഞ്ഞ എപ്പിസോഡിൽ, അതായത് കളികൾ തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന പവർ റാങ്കിങ്ങിൽ നിന്ന് വലിയ മാറ്റമൊന്നും ഈ പവർ റാങ്കിങ്ങിനില്ല. കാരണം ഒറ്റക്കളി കൊണ്ട് ഒരു വിജയവും പരാജയവും സംഭവിച്ചതുകൊണ്ട് കിരീട സാധ്യത അമ്പയെ മറിയില്ലല്ലോ. അതുകൊണ്ട് ചെറിയ ചില വ്യത്യാസങ്ങളേ ഉള്ളൂ. അതിൽ തന്നെ ചെറിയ വ്യത്യാസത്തിൽ വലിയ വ്യത്യാസം സംഭവിച്ചത് CSKക്കാണ്. CSK എൻ്റെ പ്രതീക്ഷകൾ എന്തായാലും തകിടം മറിച്ചിട്ടുണ്ട്. തിരിച്ചു വരുമ്പോൾ അവരുടെ ഈ ബൗളിങ്ങും വെച്ച് എന്നൊരു ചോദ്യമുണ്ട്. അതൊക്കെ നമുക്ക് CSKയുടെ പൊസിഷൻ പവർ റാങ്കിങ്ങിൽ വരുമ്പോൾ വിശദമായിട്ട് പറയാം. പുതിയ പവർ റാങ്കിങ്ങിൽ 10ാം സ്ഥാനത്ത് GT ആണ്. കഴിഞ്ഞ പവർ റാങ്കിൽ അവർ 9ാം സ്ഥാനത്തായിരുന്നു. ഇപ്പോൾ അവർ 10ാം സ്ഥാനത്തേക്ക് വരുന്നു. കഴിഞ്ഞ തവണ 10ാമതുണ്ടായിരുന്ന രാജസ്ഥാൻ റോയൽസ് മുന്നോട്ടേക്ക് കയറിയിട്ടുണ്ട്. സ്വാഭാവികമാണ്, നിങ്ങൾക്കറിയാലോ. മികച്ച വിജയം നേടി നിൽക്കുകയാണ്. അവർക്ക് ഒരു നെറ്റ് റൺ റേറ്റിന് അഡ്വാൻറ്റേജ് ഉണ്ട്. അത് നമുക്ക് രാജസ്ഥാൻ റോയൽസിൻ്റെ പൊസിഷൻ പറയുമ്പോൾ വിശദീകരിക്കാം. ഏതായാലും GT ഇപ്പം PBKSനോട് തോറ്റിരിക്കുന്നു. 3 വിക്കറ്റിനാണ് തോറ്റത്. പക്ഷെ നന്നായിട്ട് അവർ പൊരുതിയിട്ടുണ്ട്. പ്രസിദ്ധ കൃഷ്ണയൊക്കെ ഞെട്ടിച്ചിട്ടുണ്ട്. അതൊന്നും മറക്കുന്നില്ല. പക്ഷേ ചോദ്യം അവരുടെ ബാറ്റർമാരുടെ ഒരു പ്രകടനം. 3 ബാറ്റർമാരാണ് ടോപ്പ് 4ൽ. 3 ബാറ്റർമാർക്ക് 25 റൺസിന് മുകളിൽ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടും അതൊരു ബിഗ് സ്കോറായിട്ട് അവർക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ബാറ്റിംഗാണ് അവരുടെ പ്രധാന ശക്തി എന്ന് പറയുന്നത്. അതിൽ അവർക്കൊരു വലിയ സ്കോറിലേക്ക് പോകാനും കഴിഞ്ഞില്ല. ഇങ്ങനെയൊക്കെയുള്ള ചില ഇഷ്യൂസ് അവരെന്തായാലും നേരിടുന്നുണ്ട്. സിറാജും റബാദയും അതുപോലെ തന്നെ റാഷിദ് ഖാനും വാഷിങ്ടൺ സുന്ദറും ഒക്കെ അടങ്ങുന്ന അവരുടെ ബൗളിംഗ് നിരയിൽ നിന്ന് കൂടുതൽ, പ്രസിദ്ധ കൃഷ്ണയൊക്കെ അടങ്ങുന്ന ബൗളിംഗ് നിരയിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഒരു ഘട്ടത്തിൽ അവർ 118-6 എന്ന നിലയിലേക്ക് പിടിച്ചുലച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു ബ്രേക്ക് ത്രൂകൾ മുതലെടുക്കാൻ പിന്നീട് അവർക്ക് കഴിയാതെ പോവുകയും ചെയ്തു. ഏതായാലും വരും കളികളിൽ GT മെച്ചപ്പെടുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുകയാണ്. പവർ റാങ്കിങ്ങിൽ 9ാം സ്ഥാനത്ത് LSG. കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ 8ാമതായിരുന്നു LSG ഉണ്ടായിരുന്നത്. ഇപ്പോൾ 9ാം സ്ഥാനത്തേക്ക് വരുന്നു. തീർച്ചയായിട്ടും LSG ഇന്നലെ നിരാശപ്പെടുത്തി എന്ന് തന്നെ ഞാൻ പറയും. അതും ഈ പറഞ്ഞ പോലെ തന്നെ
10-26 റൺസ് എടുക്കുമ്പോഴേക്കും 4 വിക്കറ്റുകൾ വീഴ്ത്തി DC-യുടേത്. എന്നിട്ടത് മുതലെടുക്കാൻ കഴിയാതെ പോയൊരു ബൗളിംഗ് നിര. അതുപോലെ ബാറ്റർമാർ പ്രതീക്ഷിച്ച പ്രകടനമല്ല വന്നിട്ടുള്ളത് എന്നത് സമ്മതിക്കാതെ വയ്യ. അപ്പോൾ പന്താണെങ്കിലും അതുപോലെ മർക്രമാണെങ്കിലും പിന്നെ പൂർണ്ണാണെങ്കിലും ഒന്നും മാർഷ് മാത്രമാണ് പിന്നെ ഒരു സ്കോർ അടിച്ചത്. മറുഭാഗത്ത് വിക്കറ്റുകൾ ചറപറ വീഴുകയായിരുന്നു. സംശയങ്ങളുണ്ട് അവരുടെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ. സോ LSG 9ാം സ്ഥാനത്ത് വരുന്നു. 8ാം സ്ഥാനത്ത് CSKയുടെ കാര്യത്തിൽ വലിയ വീഴ്ച. 5ാം സ്ഥാനമാണ് നമ്മൾ കൊടുത്തിരുന്നത് CSKക്ക്. ഇപ്പോൾ അവർ 8ാം സ്ഥാനത്തേക്ക് വീണു പോയിരിക്കുകയാണ്. അതിനേക്കാൾ താഴേക്ക് വരും മത്സരങ്ങളിൽ വീഴുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അവരുടെ ബൗളിങ് പരിതാപകരമായി പോയി. അപ്പോൾ ബാറ്റിംഗ് ഇത്ര മെച്ചപ്പെട്ടതായിരുന്നു എന്ന് ചോദിച്ചാൽ അല്ല, ബാറ്റിംഗ് ക്ലിക്കായതുമില്ല. ഈ രണ്ടും കൂടിയാണ്. അപ്പോൾ അതൊരു ന്യൂ ലുക്ക് CSK ആണല്ലോ. കഴിഞ്ഞ തവണത്തെ CSK അല്ല. ഒരുപാട് മാറ്റങ്ങൾ വരുത്തി മികച്ച യുവതാരങ്ങൾ എത്തിച്ച് സഞ്ജുവിനെ പോലുള്ള ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇപ്പോൾ പ്രൈം ഫോമിൽ നിൽക്കുന്ന താരത്തെ എത്തിച്ച് ഒരുപാട് പ്രതീക്ഷകൾ CSKക്കുണ്ടായിരുന്നു. ആ പ്രതീക്ഷ അവർക്ക് കാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. വെറും 127 റൺസിന് അവർ ഓൾ ഔട്ട് ആകുമ്പോൾ ആ 127ലേക്ക് അവർ എത്തിച്ചത് ജെയ്മി ഓവേർട്ടൻ്റെ സന്ദർഭോചിതമായിട്ടുള്ളൊരു ഇന്നിങ്സാണ്. അതുപോലെ തന്നെ ബൗളിങ്ങിൽ എന്തെങ്കിലും ഇമ്പാക്റ്റ് അവർ ഉണ്ടാക്കിയോ? ഇല്ല. ഖലീൽ അഹമ്മദും അൻഷുൽ കമ്പോജും ചില പ്രതീക്ഷകൾ നൽകുന്നുണ്ട് എന്നതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ചൊന്നും അവരുടെ ബൗളിങ്ങിന് മൂർച്ചയില്ല എന്നൊരു തോന്നൽ ഉണ്ടായിട്ടുമുണ്ട്. സോ നഥാൻ എല്ലിസിൻ്റെ റൂൾഡ് ഔട്ടായ സ്ഥിതി, അദ്ദേഹത്തിൻ്റെ പിന്മാറ്റം ശരിക്കും CSKക്ക് ഒരു വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും തലയുടെ പരിക്ക് അത് മാറി അദ്ദേഹം എത്തുമെന്ന് കരുതാം. അതിന് 3-4 മത്സരങ്ങൾ ഇനിയും എടുക്കേണ്ടി വരും. ഡെവൽ ഡുബ്രവിസ് ഇപ്പോൾ ട്രെയിനിങ് പുനരാരംഭിച്ചിട്ടുണ്ട്. അദ്ദേഹം അടുത്ത കളി കളിക്കും. അപ്പോൾ ബാറ്റിങ്ങിൻ്റെ പ്രശ്നങ്ങൾ കുറേയൊക്കെ കവറപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് CSK ആരാധകർ. അപ്പോൾ 8ാം സ്ഥാനത്തേക്ക് CSK. 7ാമതാണ് KKR. കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ 6ാമതുണ്ടായിരുന്ന KKR ഇപ്പോൾ 7ാം സ്ഥാനത്തേക്ക് വീഴുന്നു. KKRനും ഈ പറഞ്ഞ പോലെ ബൗളിംഗ് ഒരു ചോദ്യചിഹ്നമായിട്ട് മാറുകയാണ്. ഇപ്പോൾ ഈ ഓപ്ഷനിൽ വലിയ തുക സ്പെൻഡ് ചെയ്ത് വന്ന ടീമാണ്. അങ്ങനെ ടീമിനെ മൊത്തം ഒന്ന് ഉടച്ചു വാർക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. അതിനുവേണ്ടി ഒരു ബൗളിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പതിരാന, മുസ്തഫീസുർ തുടങ്ങിയവരൊക്കെ ഓപ്ഷനിലെടുത്തു. മുസ്തഫീസുറിനെ പിന്നെ ബാൻ ചെയ്തു. പതിരാനയുടെ പരിക്ക് അവർക്ക് തിരിച്ചടിയായി. ഹർഷിത് റാണയുടെ പരിക്ക് മുട്ടൻ പണിയായി മാറി. ആകാശ് ദീപിൻ്റെ പരിക്ക് ഒന്നുകൂടി ബുദ്ധിമുട്ടുണ്ടാക്കി. ചുരുക്കി പറഞ്ഞാൽ അവരുടെ ബൗളിങ് ശരിക്കും ദുർബലമായി പോയിട്ടുണ്ട്. അത് കണ്ട ഒരു മത്സരം തന്നെയാണ് ഇപ്പോൾ കടന്നു പോയിട്ടുള്ളതും എന്നത് പറയാതെ വയ്യ. ഇപ്പോൾ KKRനെ സംബന്ധിച്ചിടത്തോളം നല്ല സ്കോർ അവരടിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ബാറ്റർമാരെല്ലാവരും കൂടി മുംബൈക്കെതിരെ 220 റൺസ് അടിച്ചു. എന്നാൽ 19.1 ഓവറുകളിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ MI അത് മറികടക്കുമ്പോൾ അവരുടെ ബൗളർമാർ ടൂത്ത്ലെസ് ആയിരുന്നു. എസ്പെഷ്യലി അവരുടെ തുടക്കത്തിൽ പന്തെറിഞ്ഞവർ അറോറയാണെങ്കിലും അറോറ 4 ഓവറിൽ 52 കൊടുത്തത്. മുസറബാനി 3 ഓവറിൽ 34. ഒരു ഇമ്പാക്റ്റും അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പറ്റിയില്ല. ചക്രവർത്തി പിന്നെ കുറച്ച് കാലമായിട്ട് ഇപ്പോൾ റൺസ് വിട്ടുകൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തുടരുന്ന കാഴ്ച. സുനിൽ നാരായൺ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതാപകാലത്തിൻ്റെ ഷാഡോ മാത്രമായി മാറിയിട്ടുണ്ടെന്നുള്ളതും പറയാതെ വയ്യ. ചുരുക്കത്തിൽ ബൗളിംഗ് ഒരു ബിഗ് ക്വസ്റ്റ്യൻ മാർക്കായിട്ട് KKRൻ്റെ മുന്നിൽ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ 6ാം സ്ഥാനത്ത് രാജസ്ഥാൻ റോയൽസ്. ആദ്യ കളി ജയിച്ച രാജസ്ഥാൻ റോയൽസിന് താൻ 6ആണോ കൊടുക്കുന്നതെന്ന് ചോദിക്കാൻ വരട്ടെ. 10ആയിരുന്നു കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ അവർക്ക് നമ്മൾ കൊടുത്ത സ്ഥാനം. അതിൻ്റെ കാരണമൊക്കെ വിശദമായി വിശദീകരിച്ച് പറഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു കളി ജയിച്ചപ്പോൾ 4 സ്ഥാനം അവർ മുന്നോട്ട് കയറി 6ാം സ്ഥാനത്തേക്ക് വരുന്നുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ നെറ്റ് റൺ റേറ്റിന് കിട്ടിയിട്ടുള്ള പോസിറ്റീവാണ്. 4.171 അവരുടെ നെറ്റ് റൺ റേറ്റ്. അത് വരും മത്സരങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് പോയിൻ്റ് പട്ടികയിലെ സ്ഥാനം ഉറപ്പിക്കാൻ ഒരു ഗുണകരമായിട്ട് മാറും എന്ന് തന്നെ വേണം കരുതാൻ. CSKയെ ശരിക്കും അവർ പൂട്ടി എന്ന് പറഞ്ഞാൽ ആന്ധ്രെ ബർഗറിനെ പോലെയുള്ള ബൗളറെ ഉപയോഗപ്പെടുത്തി സഞ്ജുവിനെ അടക്കം പൂട്ടിയ റിയാൻ പരാഗിനും അവരുടെ തിങ്ക് ടാങ്കിനും കൈയടിക്കണം. അതോടൊപ്പം തന്നെ രവീന്ദ്ര ജഡേജ തൻ്റെ പഴയ ഫ്രാഞ്ചൈസിക്കെതിരെയുള്ള കിടിലൻ പ്രകടനം പുറത്തെടുക്കുന്നു. ജോഫ്രെ ആർച്ചറുടെ മാസ്മരിക ബൗളിങ്. സോ ഈ ഒരു കോമ്പിനേഷൻ ക്ലിക്കാവുകയാണെങ്കിൽ രാജസ്ഥാൻ റോയൽസിനെ എല്ലാവരും ഭയക്കേണ്ടതുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ പൂർണ്ണമായും വിശ്വാസം അർപ്പിക്കാവുന്നതാണോ എന്നൊരു ചോദ്യം ഇവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. വരും മത്സരങ്ങളിൽ അതിൽ കൂടുതൽ വ്യക്തത ലഭിക്കും. ഇപ്പോൾ യശസ്വി ജയ്സ്വാളും വൈഭവ് സൂര്യവംശിയും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട്
സൂര്യവംശിയൊക്കെ കിടിലൻ അടിയങ്ങ് അടിക്കുകയാണ്. ക്യാച്ച് ഡ്രോപ്പ് ചെയ്തു, കുറച്ച് മിസ് ഹിറ്റുകൾ ഉണ്ടായിരുന്നു. ഈ ലക്ക് അദ്ദേഹത്തിനോടൊപ്പം നിന്നു എന്നുള്ളത് പറയാതെ വയ്യ. അപ്പോൾ ഇതിൽ ഭാഗ്യം ധീരന്മാർക്ക് തുണക്കൂ എന്നൊക്കെ പറയാറില്ല, അത് തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. പയ്യനെ പൂട്ടിയില്ലെങ്കിൽ മറ്റുള്ളവർക്ക് പണി കിട്ടും, പക്ഷെ പയ്യൻ ക്ലിക്കായില്ലെങ്കിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ കാര്യം എന്താണെന്നുള്ള ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ബാറ്റിംഗ് ലൈനപ്പിൽ സിമ്രോൺ ഹെറ്റ്മെയർ മാത്രമാണ് ഒരു ഫിനിഷർ എന്ന രൂപത്തിൽ ഇപ്പോൾ ഉപയോഗപ്പെടുത്താൻ പറ്റിയ താരമായിട്ടുള്ളത്. രവീന്ദ്ര ജഡേജ ബാറ്റിങ്ങിൽ പഴയ പ്രതാപത്തിൻ്റെ നിഴലാണ് എന്നുള്ളതും ഒരു സത്യമാണ്. ഏതായാലും 6ാം സ്ഥാനത്താണ് നമ്മൾ രാജസ്ഥാൻ റോയൽസിനെ പ്രതിഷ്ഠിക്കുന്നതെങ്കിൽ 5ാം സ്ഥാനത്ത് SRH. നമ്മുടെ കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ SRH ഉണ്ടായിരുന്നത് 6ാം സ്ഥാനത്താണ്. അവിടെ നിന്ന് ഇപ്പോൾ SRH 5ാം സ്ഥാനത്തേക്ക് വരുന്നു. കളി തോറ്റിട്ടും SRH 5ാമതെന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം CSKയുടെ ബിഗ് ഡ്രോപ്പ് കൊണ്ടാണ് അത് സംഭവിച്ചിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഏതായാലും SRHനെ സംബന്ധിച്ചിടത്തോളവും ഈ പ്രശ്നം ബൗളിങ്ങിലുണ്ട്. കഴിഞ്ഞ കളി നമ്മൾ കണ്ടതാണ്. പക്ഷേ പാറ്റ് കമിൻസ് മടങ്ങിയെത്തുമെന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുള്ളത് കൊണ്ട് ഭാവിയിൽ അവർക്ക് കാര്യങ്ങൾ മാറ്റിമറിക്കാൻ കഴിഞ്ഞേക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പിന്നെ ബാറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ഇപ്പം ഇഷാൻ കിഷൻ വീണ്ടും ഫോമിൽ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും ഫോം തിരിച്ചു പിടിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ അനികേത് വർമ്മയുടെ കിടിലൻ പ്രകടനം കഴിഞ്ഞ കളിയിൽ നമ്മൾ കണ്ടല്ലോ. ഇതെല്ലാം കൂടി പോകുമ്പോൾ വളരെ ലെങ്തി ആയിട്ടുള്ളൊരു ബാറ്റിംഗ് ലൈനപ്പ് എന്തായാലും അവർക്കുണ്ട്. ബൗളിങ്ങിലെ പ്രശ്നങ്ങൾ പാർഷൽ പട്ടേലും ജയദേവ് ഉനഡ്കടും ഒക്കെയുള്ള ബൗളിംഗ് ലൈനപ്പാണ്. അതിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വരവ്, പാറ്റ് കമിൻസിൻ്റെ വരവ് അവർക്ക് സഹായകരമാകും എന്ന് വേണം കരുതാൻ. സോ 5ാം സ്ഥാനത്താണ് ഇപ്പോൾ നമ്മൾ SRHനെ പ്രതിഷ്ഠിക്കുന്നത്. 4ാമത് RCB. കഴിഞ്ഞ പവർ റാങ്കിങ്ങിലും 4ാം സ്ഥാനത്തായിരുന്നു RCB. അത് നമ്മൾ അതുപോലെ തുടരുകയാണ്. കഴിഞ്ഞ മത്സരത്തിൽ കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാർ അതിനൊത്ത വണ്ണമുള്ള പെർഫോമൻസ് തന്നെ നടത്തിയിട്ടുണ്ട്. വലിയ റണ്ണൊഴുകിയ ഒരു മത്സരമാണ് കടന്നുപോയത്. 201 റൺസ് SRH അടിച്ചപ്പോൾ അനായാസം RCB അത് മറികടന്നു. അതിൻ്റെ കാരണം RCBയുടെ പവർഫുൾ ബാറ്റിംഗ് ലൈനപ്പ് തന്നെയാണ്. അവരുടെ ബാറ്റിംഗ് ലൈനപ്പിൽ ഫിൽസാൾട്ട് ഒന്നും പരാജയപ്പെട്ടെങ്കിലും കോഹ്ലി, DDP, പട്ടിദാർ എല്ലാവരും പൊളിച്ചെടുക്കുകയായിരുന്നു. ജിതേഷ് ശർമ്മ ഗോൾഡൻ ഡക്കായി എന്നുള്ളത് മറക്കുന്നില്ല. അപ്പോൾ നോക്കുമ്പോൾ ഈ ബാറ്റിംഗ് ലൈനപ്പ് വളരെ പെർഫെക്റ്റാണ്. ഇനിയിപ്പോൾ അതിലേക്കാണ് മറ്റു താരങ്ങൾ വരാനുള്ളത് നോക്കണം. അവർ കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഗുണം ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷ ആരാധകർക്കുണ്ട്. അതായത് ബാറ്റിംഗ് ലൈനപ്പ് ഇങ്ങനെ പോകുന്നു, ജേക്കബ് ബെത്തലിനെ വേണമെങ്കിൽ അവർക്ക് ഉപയോഗപ്പെടുത്താം, അപ്പോൾ ഒന്നുകൂടി ശക്തിപ്പെടും. ഇനി അതുമല്ലെങ്കിൽ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു വിദേശ താരത്തെ പുറത്തിരുത്തേണ്ടി വരും എന്നുള്ളത് മറക്കുന്നില്ല. ഇനി അങ്ങനെ അല്ലെങ്കിൽ അവർക്ക് ബൗളിങ്ങിൽ ഇപ്പം കഴിഞ്ഞ മത്സരം ജോഷ് ഹേസൽവുഡ് ഇല്ല. ഹേസൽവുഡ് വരുമ്പോൾ ഒന്നുകൂടി അവരുടെ മികവ് കനക്കും എന്നും കരുതുകയും വേണം. അപ്പോൾ അതെല്ലാം കൂടി നോക്കുമ്പോൾ മൊത്തത്തിൽ ക്ലിക്കായി മുന്നോട്ട് പോകാനുള്ളൊരു കോമ്പിനേഷൻ അവർക്കുണ്ട്. ദെൻ DC ആണ് 3ാമത്. കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ നമ്മൾ 3ാം സ്ഥാനം കൊടുത്ത ടീമാണ് DC. ഇപ്പോൾ ഇന്നലെ തുടക്കത്തിൽ വിക്കറ്റുകൾ പോയി ഒന്ന് പതറി, പക്ഷേ ട്രിസ്റ്റൻ സ്റ്റെപ്സും റിസ്വിയും ചേർന്നുകൊണ്ട് മികച്ച പ്രകടനം നടത്തി ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ DCയുടെ കാര്യത്തിലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അവർക്ക് സ്റ്റാർക്കിൻ്റെ അഭാവം, ഈ ബൗളേഴ്സിൻ്റെ അഭാവം എല്ലാവർക്കും ഉണ്ട്. അതാണ് ഞാനത് ഓരോ ടീമിനും ഒരുപോലെ തന്നെ പറയേണ്ടി വരുന്നത്. സ്റ്റാർക്കിൻ്റെ അഭാവം അതെങ്ങനെ പരിഹരിക്കും എന്നുള്ളതാണ് ചോദ്യം. ഏതായാലും നടരാജൻ ഇന്നലെ നന്നായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്, അത് പ്രതീക്ഷ നൽകുന്നതാണ്. എന്നാൽ ടോപ്പ് ഓർഡറിൽ പ്രതീക്ഷ വെച്ചവർ മങ്ങിപ്പോയി. ഗോൾഡൻ ഡക്കായിട്ട് KL രാഹുൽ, നിസാങ്ക 1 റൺസ് ഇങ്ങനെ പോയി. പക്ഷെ അവർക്ക് സന്തോഷം പകരുന്ന കാര്യം റിസ്വി അവസരത്തിനൊത്ത് ഉയർന്നു. ആഭ്യന്തര ക്രിക്കറ്റിൽ വലിയ ഹൈപ്പുള്ള കളിക്കാരനാണ്. ആ കളിക്കാരന് IPL ഇതുവരെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. ശരിയാണ്, കഴിഞ്ഞ സീസണിൽ ഒരു അർദ്ധ സെഞ്ചുറി അദ്ദേഹത്തിന് വകയുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ വീണ്ടും അദ്ദേഹം അർദ്ധ സെഞ്ചുറി നേടുമ്പോൾ പ്രതീക്ഷ എന്തായാലും DCക്ക് അവിടെ ഉണ്ട്. ദെൻ 2ാമത് MI. നമ്മുടെ കഴിഞ്ഞ പവർ റാങ്കിങ്ങിലും 2ാമത് MI ആയിരുന്നു. MIയെ സംബന്ധിച്ചിടത്തോളം എന്തൊരു ടീമാണ് അവർ. ഇന്ത്യൻ കോറുമായിട്ട് ഇറങ്ങുന്ന ടീം. അതോടൊപ്പം റിക്കിൾട്ടൺ പൊളിച്ചടുക്കിയ ബാറ്റിംഗ് നടത്തുമ്പോൾ ബാറ്റിങ്ങിലെ പ്രശ്നങ്ങൾക്ക് അവിടെ ഒരു ക്വസ്റ്റ്യൻ പോലും ഇല്ലാത്ത രൂപത്തിൽ അവർ പരിഹാരം കണ്ടു കഴിഞ്ഞിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. QDK പുറത്താണ്, അതാണ് നോക്കേണ്ടത്. QDK പോലെ ഒരാളെ പുറത്തിരുത്തിക്കൊണ്ട് അവർക്ക് കളിക്കാൻ കഴിയുന്നു എന്നുള്ളത് വളരെ മികച്ചൊരു കാര്യമല്ലേ. ഇപ്പോൾ സൂര്യയുടെ ഭാഗത്ത് നിന്ന് മികച്ച ഫോം ഉണ്ടാവണം. വേൾഡ് കപ്പിൽ അദ്ദേഹം ഇൻകൺസിസ്റ്റൻ്റ് ആയിരുന്നു, അത് മാറി അദ്ദേഹം ഫോമിലേക്ക് വരുന്ന കരുതാം. റിക്കിൾട്ടനും രോഹിത് ശർമ്മയും സൂര്യകുമാർ യാദവും തിലക് വർമ്മയും ഹാർദിക് പാണ്ഡ്യയും നമാൻതിറും ഇങ്ങനെയുള്ള ഒരു ടീം, ഷർഫേൻ റുദർഫോർഡൊക്കെയുള്ള ഒരു ടീം മികച്ച ടീമാണ്. ബൗളിങ്ങിലാണെങ്കിൽ ട്രെന്റ് ബോൾട്ട്, ബൂംറ,
ഷാർദുൽ താക്കൂർ ഇങ്ങനെയുള്ള താരങ്ങൾ അവിടെയുണ്ട്. ദീപക് ചാഹറിനെ വേണമെങ്കിൽ അവർക്ക് ഉപയോഗപ്പെടുത്താം. സോ പെർഫെക്റ്റ് സ്ക്വാഡാണ്. കിരീടത്തിലേക്ക് ഇത്തവണ പോയാലും അത്ഭുതപ്പെടേണ്ടതില്ല. ഓൾറൗണ്ടർ നായകൻ ഹാർദിക് പാണ്ഡ്യയുടെ മികവും അവർക്ക് തുണയാണ്. സോ അദ്ദേഹം 2 in 1 പ്ലെയർ ആണല്ലോ. പിന്നെ ഒന്നാമത് PBKS തന്നെയാണ്. കഴിഞ്ഞ തവണ നമ്മൾ ഒന്നാം സ്ഥാനം PBKSന് കൊടുത്തതിൻ്റെ പേരിൽ കുറേ ചോദ്യങ്ങളൊക്കെ പലരും ഉയർത്തിയിരുന്നു. ആ ചോദ്യങ്ങളൊക്കെ അവിടെ തന്നെ നിൽക്കട്ടെ. നമുക്ക് വരും മത്സരങ്ങളിൽ കാര്യങ്ങൾ ഒന്നുകൂടി കണ്ടറിയാം. PBKS ഇപ്പോൾ അവരുടെ ആദ്യ കളി വിജയിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് പക്ഷേ അത്ര സ്മൂത്ത് ആയിരുന്നില്ല എന്നുള്ളത് സമ്മതിക്കുന്നു. പക്ഷേ അവരുടെ ടീമിൻ്റെ റെസിസ്റ്റൻസ് പവർ അതിൽ വളരെ കൃത്യമായിട്ട് കാണുന്നില്ലേ? അവരുടെ ബാറ്റിംഗ് ലൈനപ്പിന് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നുള്ളത് വ്യക്തമാവുന്നില്ലേ? കൂപ്പർ കനോലിയുടെ മാന്ത്രിക ഇന്നിങ്സ് അവർക്ക് തുണയാണ്. പിന്നെ പ്രയാൻ ഷാരിയും പ്രഭ്സിമ്രാൻ സിംഗും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് ക്ലിക്കായാൽ എന്തു ചെയ്യുമെന്നുള്ളത് നമ്മൾ മുമ്പുള്ള സീസണിലൊക്കെ കണ്ടതുമാണ്. ശ്രേയസ് അയ്യരെ പോലുള്ളൊരു ക്യാപ്റ്റൻ, മാർക്കസ് സ്റ്റോയിനിസിനെ പോലെ, മാർക്കോ യൻസനെ പോലെയുള്ള മികച്ച വിദേശ ഓൾറൗണ്ടർമാർ, എന്തുകൊണ്ടും എല്ലാം കൊണ്ടും പെർഫെക്റ്റ് സ്ക്വാഡാണ് PBKSനുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ രണ്ടാം പവർ റാങ്കിങ്ങിലും PBKS ഒന്നാം സ്ഥാനത്ത് വരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പവർ റാങ്കിങ്. വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാം. 1 PBKS, 2 MI, 3 DC, 4 RCB, 5 SRH, 6 രാജസ്ഥാൻ റോയൽസ്, 7 KKR, 8 CSK, 9 LSG, 10 GT. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എഴുതാം.